വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗ് വ്ളോഗ്. അപ്പോൾ ലാസ്റ്റ് ഫ്യൂ റീൽസിലും വ്ളോഗിലും ഒക്കെ കുറേ പേര് ആക്ച്വലി ചോദിച്ചു വേർ മൈ ബാഗ് ഇസ് ഫ്രം, ക്യാൻ യു സെൻഡ് മീ ദ ലിങ്ക് ഓഫ് ദിസ് ബാഗ്. സോ ബേസിക്കലി ഞാൻ അത് ഓൺലൈൻ അല്ല മേടിച്ചത്. സോ അതുകൊണ്ടെങ്കിൽ ലിങ്ക് തരാൻ എനിക്ക് എന്തെങ്കിലും അറിയത്തില്ലായിരുന്നു. ബട്ട് യു കെൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഇറ്റ് ഓൺ ദാറ്റ് സ്റ്റോറിൻ്റെ വെബ്സൈറ്റ്. ഇത് ഞാൻ ഐ ബേസിക്കലി ലവ് ദിസ് ബാഗ്, ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതാണ്. സോ വെൻ ഐ വെൻറ്റ് ടു മലേഷ്യ ഐ വെൻറ്റ് ടു ദ സ്റ്റോർ കോൺ ലോങ് ചാമ്പ്. ലോങ് ചാമ്പിൻ്റെ ബാഗ് ഞാൻ കുറേ സ്ഥലത്ത് കണ്ട് ഡ്രീമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് പോയി മേടിച്ചത്. സോ ദിസ് ഇസ് ദ ലോങ് ചാമ്പിൻ്റെ ഐ തിങ്ക് ലാർജ് സൈസ്. സൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, കാരണം ഇതേ കളർ ഇതേ ബാഗിൻ്റെ കുറേ സൈസ് ഉണ്ട്. ലൈക്ക് ഇതിപ്പോൾ ഇറ്റ്സ് ലൈക്ക് കോളേജ് പർപ്പസിന് ഇറ്റ്സ് വെരി ഗുഡ്. അല്ലാതെ ഇപ്പൊ ചുമ്മാ വെളിയിൽ പോകാൻ ഇത് കുറച്ച് ബിഗ് ആണെന്ന് ഐ വുഡ് സേ. സോ കോളേജ് പർപ്പസിന് ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ മീ. സോ ഞാനിത് മലേഷ്യ ലോങ് ചാമ്പ് സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഐ ക്യാൻ സ്റ്റിൽ ഗൂഗിൾ നോക്കിയിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തരാൻ പറ്റും. ബട്ട് ഓൺലൈൻ ഓർഡർ ചെയ്താൽ ഇന്ത്യയിൽ വരുമോന്നൊന്നും എനിക്കറിയില്ല. ബട്ട് പ്രോബബ്ലി യെസ്, ബട്ട് വിത്ത് സം amount of shipping കാണും. Anyways, okay, another one bad thing I did with this bag was ഹോളി. കഴിഞ്ഞ ഒരു മാർച്ചിൽ ഹോളി ഉണ്ടായിരുന്നു. ഹോളിക്ക് ഞാൻ ഈ ബാഗും കൊണ്ടാണ് വെളിയിറങ്ങിയത്. എന്നാൽ ഞാൻ ഓർക്കുന്നില്ല, അപ്പത്തേക്ക് ഹോളിയിലായി ഞാനും ബാഗും എല്ലാവരും ഹോളിയായി. സോ ഈ ബാഗിൽ കളറായി കഴുകി, ബട്ട് സ്റ്റിൽ ദർ സം ഹോളി കളറൊക്കെ എവിടെയോ ഉണ്ട്, ബട്ട് നോട്ട് സോ എവിടെയും ബട്ട് സ്റ്റിൽ ഈ കളർ ആകുമ്പോൾ എന്തായാലും നല്ലപോലെ ഡേർട്ടി ആകും. പക്ഷെ ഐ ലവ് ദിസ് കളർ. ഐ ലവ് ബ്രൗൺ ആൻഡ് ബേജ്. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഇസ് സോ ക്ലാസി. ഈ ഭയങ്കര ഇഷ്ടമുള്ള കളർ. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, കോളേജിൽ കൊണ്ടുപോയി അഴുക്കാകും, ബട്ട് ജസ്റ്റ് ബി എ ബിറ്റ് കെയർഫുൾ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇയർ ആകുന്നു. യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 9-10 months ആകുന്നു. എനിവേസ്, പിന്നെ അകത്ത് എന്തൊക്കെയുണ്ട്. സോ ഐ ഷോ യു എത്ര സിപ്സ് ഉണ്ട്. ജസ്റ്റ് വൺ ബിഗ് സിപ്പ്. ആൻഡ് അകത്തിപ്പോൾ ഐ ഹാവ് ഓർഡേർഡ് ദിസ് ഓർഗനൈസർ ടു കീപ് ഇൻസൈഡ് ദിസ് ബാഗ്, ബിക്കോസ് ഈ ബാഗ് കംസ് ലൈക്ക് ഇൻ വെരി ഫ്രീ ആയിട്ട്. ഇതിൻ്റെ അകത്തൊന്നും ഷെൽഫും ഒന്നുമില്ല. സോ ഇതാണ് ഇവിടെ ദിസ് തിങ് ഇങ്ങനെ ആക്കുന്നു. ഓക്കെ, ക്ലോസ് ലുക്ക് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഷോ ക്ലോസ് ലുക്ക് ഓഫ് ദ ബാഗ് ഹിയർ. So the zip is very cute. See? ഇതിൻ്റെ അകത്ത് മൈ ബാഗ് ഇസ് ആക്ച്വലി ഫുൾ, ലൈക്ക് നിറഞ്ഞിരിക്കുക. സ്നീക്ക് പീക്ക് ഇൻസൈഡ് മൈ ബാഗ്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഓക്കെ, സോ ഓർഗനൈസറും നിറഞ്ഞായിരിക്കണം. അതിന്റെ മേളിൽ ഐ കെപ്റ്റ് മൈ അംബ്രല, മൈ പെൻസിൽ പൗച്ച് ആൻഡ് മൈ ബോട്ടിൽ സൈഡിൽ. ബിക്കോസ് എനിക്ക് ബോട്ടിലൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ബോട്ടിലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓർഗനൈസർ ഇല്ല. സോ ഐ കെപ്റ്റ് ദിസ് ടപ്പർവെയർ ബോട്ടിൽ. എന്നിട്ട് ഓക്കെ, സൈഡിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. ദിസ് സ്നാക്ക് ബോക്സ് വിത്ത് ആപ്പിൾ. ഞാൻ എപ്പോഴും ആപ്പിൾ കോളേജിൽ കൊണ്ടുപോകും. ആക്ച്വലി ഏതൊക്കെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ ലവ് ടു ഈറ്റ് ഫ്രൂട്ട്സ്. സോ അതാണിത്. ഈസി ആയിട്ട് എപ്പോഴും കിട്ടുന്ന ആപ്പിൾ ആണല്ലോ. അല്ലെങ്കിൽ ഐ വുഡ് ബ്രിങ് മാംഗോ, ഗ്രേപ്സ് എല്ലാം കൊണ്ടുവന്നേനെ. ഇവിടെ ആപ്പിൾ മാത്രമേ പറ്റൂ ഇപ്പോൾ തൽക്കാലം. എനിവേസ്, അപ്പോൾ ഈ ഓർഗനൈസറിൽ ദാറ്റ്സ് ലൈക്ക് 2 shelf, 2 row പോലെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു അറകളുണ്ട്. അതിൻ്റെ അകത്ത് ഐ ഹാവ് കെപ്റ്റ് മൈ ലിപ്സ്റ്റിക് ഓർ സം മെഡിസിൻ അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ ഇൻസൈഡ് ആയിട്ട് കാണിക്കണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ബിക്കോസ് ഞാൻ സെൽഫി വ്ളോഗാണ് ഇട്ടേക്കുന്നത്. സോ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ പിക്ക് തിങ്സ് വൺ ബൈ വൺ. ദിസ് ഇസ് മൈ പൗച്ച്. ഞാൻ കഴിഞ്ഞ വർഷമല്ല, ഐ തിങ്ക് ആക്ച്വലി ഫസ്റ്റ് ഇയർ കോളേജ് തൊട്ട് ഐ ആം യൂസിങ് ദിസ്. ദിസ് ഇസ് മൈ ക്യൂട്ട് പൗച്ച്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര ചളവായി. അതിൻ്റെ അകത്ത് ഓഫ് കോഴ്സ് ഐ ഹാവ് എ ലോട്ട് ഓഫ് പെൻസ് ആൻഡ് സ്റ്റഫ്. ദിസ് പെൻ my friend gave. Then of course eraser, scale and everything. That's it for pouch. Then my super umbrella. See, ഇതും ബ്രൗൺ ആണ്. I love brown. ഇത് ഭയങ്കര ഇഷ്ടമാണ്. Next is, so there's a second row പോലെ ഒരു കുഞ്ഞൊരു ഇതൊക്കെ കണ്ടല്ലോ ഗൈസ്, ആ കളർ ആയതാ.
ഇതിൻ്റെ അകത്ത് ഐ കെപ്റ്റ് മൈ എമർജൻസി സ്റ്റഫ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ മൈ ഐ ഡി കാർഡ്. ലൈക്ക് നമുക്ക് ഐ ഡി കാർഡ് കാണിച്ചാലേ കോളേജിൽ കയറാൻ പറ്റും. സോ അതിങ്ങനെ ഇവിടെ വെച്ചേക്കും. ചില ദിവസം ഞാൻ ഐ ഡി കാർഡ് ഇടും, ചില ഉടുപ്പിൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ ഐ ഡി കാർഡ് ചേരാത്ത പോലെയൊക്കെ തോന്നും, അപ്പോൾ ഞാൻ ഇടാതേക്ക് പോകും. ബട്ട് ഇടേണ്ട സിറ്റുവേഷനിൽ ഐ ഓഫ് കോഴ്സ് പുട്ട് ഇറ്റ്. സോ സംതിങ് ഐ റിയലി ലൈക്ക് അബൌട്ട് മൈ കോളേജ് ഇതിൻ്റെ ഇസ് ദാറ്റ് മൈ ഐ ഡി കാർഡ്. കുറെ എൻ്റെ ക്ലാസ്സിൽ കുറേ പേർക്ക് ദേ ഡോണ്ട് ലൈക്ക് ഹൗ ദേ ലുക്ക് ഇൻ ദ ഐ ഡി കാർഡ്, ബിക്കോസ് അന്ന് ആക്ച്വലി പെട്ടെന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വി വർ നോട്ട് എക്സ്പെക്ടിങ് അത്ര സ്പീഡിലൊക്കെ ആകുന്നത്. ബട്ട് ഫോർ സം റീസൺ ലക്കിലി I don't know, I like how I look in my ID card and I'm proud of it. Because I'm like, 3 വർഷം ഇതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. See, I'll just show you guys. Yeah, so I like how I look in it. So, അതുകൊണ്ട് പിള്ളേർ ചോദിക്കാൻ എന്താ ഐ ഡി കാർഡ് ഇടുന്നില്ലേ നല്ലല്ലേ, ഇടയ്ക്ക് ഇടും. Then I have my AirPods ഇതിൻ്റെ അകത്ത്. AirPods ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഹെയർ ക്ലിപ്പ് ആൻഡ് ഒരു ലിപ് ബാം, ലിപ്സ്റ്റിക് ആൻഡ് ഹെയർ ടൈ. നിവിയുടെ ലിപ് ബാം, ഞാൻ ജപ്പാനിൽ മേടിച്ച ലിപ്സ്റ്റിക് ആൻഡ് ഹെയർ ടൈ. Let's move to the second area, the organizer. Of course, I have my books here. So this is one textbook. ബാക്കി ടെക്സ്റ്റ് ഒന്നും കിട്ടിയില്ല. I have to get it film studies ഒക്കെ. This is English Literary Criticism and Theory. Oh, the bit here. Okay, anyways. See, the textbook. I have this 5 subject notebook. And an extra book because we have 7 papers this time. So, രണ്ടെണ്ണം ഇതിൽ എനിക്ക് ആഡ് ചെയ്യണം. Actually, I had bought 2 other books from Japan. അത് എവിടെയൊന്നും ഭയങ്കര അറിയത്തില്ല. I kept it somewhere there. വീടൊക്കെ നീറ്റാക്കിയപ്പോൾ എവിടെ പോയി. ഓക്കെ, അപ്പോൾ തൽക്കാലം ഐ യൂസിങ് ദിസ്. ആൻഡ് ഓപ്പൺ കോഴ്സ് ക്ലാസ് ഡിഡ്ന്റ് സ്റ്റാർട്ട്, സോ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ റൈറ്റ് ദ നോട്ട്സ് ഹിയർ. ഫ്യൂ പ്രിന്റ് ഔട്ട്സ്. നമുക്ക് ടെക്സ്റ്റ് ഒന്നും അല്ലാത്ത മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫോണിൽ കൂടെ നോക്കണേക്കാട്ടിലും ഐ ലൈക്ക് ടു യൂസ് ടീച്ചേഴ്സ് പറയും പ്രിന്റ് ഔട്ട് എടുക്കാൻ, അപ്പം ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ ക്ലാസ്സിൽ. മൈ സ്പെക്ടക്കിൾസ്. ഇപ്പോൾ ലൈക്ക് ഐ റിയലി പുട്ട് സ്പെക്ടക്കിൾസ് ഇൻ കോളേജ്. ഇപ്പോൾ നമുക്ക് ഫോണിൽ എന്തെങ്കിലും ആർട്ടിക്കൽ റീഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ വേറെ. ഇപ്പോൾ ക്ലാസ്സിൽ അത് റെയർ ആണ്. ടീച്ചേഴ്സ് ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യും, നമ്മൾ ആ ലിങ്ക് എടുത്തിട്ട് ഇപ്പോൾ പഠിക്കാമെങ്കിൽ അപ്പോൾ ഐ മൈ യൂസ് ദിസ്. ഓർ കുറേ നോട്ട്സ് എഴുതുന്ന ടൈം ഐ വിൽ ബി യൂസിങ് ദിസ്. ഇനി ചുമ്മാ ലെക്ചർ നടക്കുന്ന ടൈമിലേക്ക് വെക്കാൻ ഇഷ്ടമല്ല, എന്താണെന്ന് അറിയത്തില്ല. വെക്കുമ്പോൾ ഐ ലുക്ക് ലൈക്ക് ദിസ്. ഐ ഓണസ്റ്റ്ലി ഡോണ്ട് ലൈക്ക് ഹൗ ഐ ലുക്ക് വിത്ത് സ്പെക്സ്. അതുകൊണ്ട് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാത്തത്. ആൻഡ് എന്തോ എനിക്കിങ്ങനെ കണ്ണിലൊരു സാരി ഇരിക്കണം ഇഷ്ടമല്ല. ബട്ട് ഐ ആം സപ്പോസ് ടു യൂസ് ഇറ്റ് ഫോർ മൈ ഐ പവർ ടു ഗെറ്റ് ബെറ്റർ. പോട്ടെ. നെക്സ്റ്റ് ഐ ഹാവ് മൈ മെഡിസിൻസ് ഫോർ അൺസഹിക്കബിൾ മൈഗ്രെയിൻ. ദിസ് ഇസ് ഫോർ എനി സോർട്ട് ഓഫ് അലർജി ഓർ ലൈക്ക് എനിക്ക് ഇടയ്ക്ക് ഭയങ്കര സ്കിൻ റാഷ് വരും. സ്കിൻ ഭയങ്കരമായിട്ടിരുന്ന് ഇറ്റ് എന്തുവാ റാഷസ്, യാ, അപ്പോൾ കഴിക്കാറുള്ളൂ. പക്ഷെ ഐ മാക്സിമം ട്രൈ മൈസെൽഫ് നോട്ട് ടു ഈറ്റ്. ദിസ് ഇസ് കോൾഡ് സെഡ്ജിറ്റ്. ഇത് മാക്സിമം കഴിക്കാതിരിക്കും ബിക്കോസ് ഇതിന്റെ മേജർ സൈഡ് എഫക്ട് ഇസ് ഡ്രൗസിനെസ്. ഇത് കഴിച്ചാൽ അടുത്ത 3 മണിക്കൂർ ഞാൻ തീർന്നു, ഞാൻ അവിടെ ഇങ്ങനെ കേട്ടക്കും. കോളേജിലൊന്നും പോയിട്ട് ഇന്നേ വരെ കഴിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും അന്ന് ഐ ഹാഡ് ദിസ് ബോഡി റഷ് ഫുൾ, ഞാൻ ഇത് കഴിച്ചില്ല, അങ്ങ് സഹിച്ചങ്ങ് ഇരുന്നു. പിന്നെ മൈഗ്രെയിനിന് വേണ്ടിയിട്ട് ഐ തിങ്ക് കോളേജിലൊന്ന് 1 or 2 times ഞാൻ കഴിച്ചില്ല ബിക്കോസ് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ടു കൺസ്യൂം ടാബ്ലറ്റ്സ് ഫോർ മൈഗ്രെയിൻ ഓർ എനിത്തിങ് എൽസ്. ബട്ട് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ എന്ത് ചെയ്യാനാ? അതാണ് സേഫ്റ്റി സിറ്റുവേഷൻ. ഓർ ആർക്കെങ്കിലും ഒട്ടും സഹിക്കാൻ പറ്റില്ല ദൈനിയുടെ മെഡിസിൻ ഐ ബ്രിങ് ഇറ്റ് ആൻഡ് ഐ ഗിവ് ടു പീപ്പിൾ. ലൈക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ അങ്ങനെയൊക്കെ ചോദിക്കും. ലൈക്ക് ഇഫ് എനിവൺ നീഡ്സ് ഇറ്റ് ഐ വിൽ ബി ലൈക്ക് ഓ ഐ കൻ ഗിവ് ഇറ്റ്, ഐ ഹാവ് ഇറ്റ്. സോ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, ദെൻ ഐ ഹാവ് ദിസ് സ്റ്റിക്ക് സൺസ്ക്രീൻ. ആക്ച്വലി സൺസ്റ്റിക്ക് നല്ലതല്ലാതെ കുറേ പേര് പറയും കേട്ടിട്ടുണ്ട് ബിക്കോസ് വി അപ്ലൈ ആൻഡ് വി റീ അപ്ലൈ ദ സെയിം തിങ്. സോ എന്തോ ബട്ട് ഐ ലൈക്ക് ദ ഫീലിംഗ് ഓഫ് അപ്ലൈയിങ് ഇറ്റ്. എനിക്ക് അത് ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഇയർ ഒരു 3-4 months യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഐ സ്റ്റോപ്പ് ബിക്കോസ് എന്തോ ഐ തിങ്ക് ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് പിമ്പിൾസ് ബിക്കോസ് ഓഫ് ദിസ്. പക്ഷേ സംടൈംസ് ഐ ലൈക്ക് ദ ഫീലിംഗ് ഓഫ് ഇറ്റ്. ഇപ്പൊ പിന്നെ എനിക്ക് പിമ്പിൾ കിട്ടുന്നത് മേ ബി പ്രോബബ്ലി ഫോർവേഡ് ഏരിയയും കിട്ടുന്നത് എന്താണെന്ന് അറിയാം, ലാക്ക് സ്ലീപ്പ്, സ്ട്രെസ്, അങ്ങനെയൊക്കെ. അത് ഇത് ഉപയോഗിച്ചിട്ട് ഫുഡ് കഴിച്ചോ എന്തെങ്കിലും ജങ്ക് ഫുഡ് കഴിച്ചിട്ടൊന്നുമല്ല. സോ തൽക്കാലത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.
ഇൻ കേസ് ഒരു എമർജൻസിക്ക് ഇറ്റ്സ് ലൈക്ക് ബോയിലിംഗ് ഹോട്ട് ആൻഡ് യു വാണ്ട് ടു പുട്ട് സം സൺസ്ക്രീൻ അങ്ങനെ. Yeah, then again a lipstick. This is also something I got from Japan. And I have my pocket mirror. Then a friend Steve വന്നേ പണ്ട് ബർത്ത്ഡേക്ക് 18th അല്ല 19th ബർത്ത്ഡേക്ക് 19th അല്ലേ? Yeah, 19th birthday. My mirror. പിന്നെ there's this another zip area. ഇതിന്റെ അകത്ത് വേറെ ഇതുണ്ട്. തീർന്ന വാസ്ലിന്റെ ഡബ്ബയാണ്, തീർന്നതാണേ. യാ, പിന്നെ ഇതിന്റെ അകത്ത് there's one zip. See, ഇതാണ് ഈ ഓർഗനൈസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഈ ഓർഗനൈസറിന്റെ ഈ സിബിന്റെ കാര്യം ഇപ്പൊ എങ്ങനെയാണ്, ഈ സിബാണിത്. ഇതിന്റെ അകത്ത് ഐ ഹാവ് മൈ ചെറിയൊരു വാളറ്റ്, മൈ കോയിൻസ് ആൻഡ് ക്യാഷ്, ആൻഡ് ഓഫ് കോഴ്സ് കുറെ പൊട്ടിന്റെ പാക്കറ്റ് ഉണ്ട്. ബിക്കോസ് എപ്പോ വേണം അത് കളഞ്ഞു പോകും. അയ്യോ ഇനിയിട് ബിക്കോസ് ഇന്ത്യ ഡ്രസ് ഇട്ടിട്ടും പൊട്ട് പോയാൽ തീർന്നു. പൊട്ട് വേണം അതെ. പിന്നെ പോക്കറ്റ് പെർഫ്യൂം. Then what else? ഇവിടെ ഐ ഹാവ് ദിസ് വാസ്ലീൻ ആൻഡ് കാജൽ. ചില ദിവസം ഞാൻ കോളേജിൽ നിന്ന് രാവിലെ റെഡി ആകുമ്പോൾ ക്ലാസ്സിലെത്തിയിട്ട് ആലോചിക്കുന്നു, അയ്യോ ഞാൻ കരി വരയ്ക്കാൻ തോന്നുന്നു. എന്നും കരി വരയ്ക്കുന്ന കുട്ടിയല്ല ഞാൻ, ബട്ട് സ്റ്റിൽ ചില ദിവസം ഐ ബി ലൈക്ക് മൈ ഐസ് വിൽ ബി ലുക്കിംഗ് സോ ടയേർഡ് ആൻഡ് ഡെഡ്. ഇതങ്ങനെ വരയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ഇതില് ഐ ഹാവ് മൈ ലഞ്ച് ബോക്സ്. ഞാൻ ലഞ്ച് ബോക്സ് ഇങ്ങനെ റാപ്പ് ചെയ്യും ബിക്കോസ് എനിത്തിങ് ക്യാൻ ലീക്ക് എനി ടൈം. റൈറ്റ്, ഓയിലൊക്കെ ലീക്കായി ബാഗിലായ പിന്നെ ഇറ്റ്സ് എ ഹ്യൂജ് മെസ്. ബുക്കിലൊക്കെ ആയ പിന്നെ അയ്യോ. സോ ഐ ഹാവ് ദിസ് കവർ ഓൺ ടോപ്പ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതാണ് ലഞ്ച് ആൻഡ് ബോട്ടിൽ ആൻഡ് സ്റ്റഫ്. സോ അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു ക്ലിപ്പിന്റെ ഇടയിൽ ഇട്ടേക്കും ബിക്കോസ് ചില ദിവസങ്ങളിൽ അയ്യോ ഇതെന്താ ലിപ്സ്റ്റിക് മിക്സ് അതിൻ്റെ അകത്ത്. ചില ദിവസങ്ങളും എന്താ വെസ്റ്റേൺ ഡ്രസ് ഇടുമ്പോഴത്തേക്കും മൊത്തത്തിൽ ആകെ ഡള്ളായിരിക്കും. അപ്പം ഞാൻ ഇതെടുത്ത് ഇങ്ങനെ തലയിൽ വെക്കും. അപ്പൊ ഒരു ഗുഡ് ലുക്ക് വരും. അതെ, അല്ലെങ്കിൽ ഇതെടുത്ത് ബാഗിലൊക്കെ ഇടും. എന്റെ ക്ലാസ്സില് ഹെന്നയൊക്കെ ഇങ്ങനെ ബാഗിലൊക്കെ ക്ലിപ്പ് വെക്കും. മോസ്റ്റ് ഓഫ് ദം ഹാവ് ദീസ് കൈൻഡ് ഓഫ് ക്ലിപ്സ്. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടം. അപ്പൊ അത്രേ ഉള്ളൂ ഈ ബാഗിന്റെ അകത്ത്. നമുക്ക് ഈ ബാഗിന്റെ സാധനങ്ങളൊക്കെ തിരിച്ചു വെച്ചാലോ. ഐ തോട്ട് വാട്ട്സ് ഇൻ മൈ ബാഗ് വ്ലോഗ് വുഡ് ബി ലൈക്ക് ഭയങ്കര ലോങ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. സോ ഇതിന്റെ കൂടെ വെൻ ഐ എം വെയറിംഗ് ലൈക്ക് വെസ്റ്റേൺ ക്ലോത്ത്സ്, ലൈക്ക് ഒരു ഓവർ-സൈസ് ടീ-ഷർട്ട് ഓർ എ പാന്റ്, ഇതല്ല ഞാൻ കൊണ്ടുവന്നത്, ഈ ബാഗല്ല ഞാൻ കൊണ്ടുവന്നത്. ദിസ് ഈസ് ഫോർ മൈ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആൻഡ് ഗേർലി ഔട്ട്ഫിറ്റ്സിനാണ് ഈ ബാഗ്. പക്ഷെ കുറച്ച് പാന്റും ടോപ്പും ജീൻസ് അതിന് ഐ ടേക്ക് മൈ ബാക്ക് പാക്ക് ആണ് ഓഫ് കോഴ്സ് തൂക്കാനൊക്കെ ലൈക്ക് ക്യാരി ചെയ്യാൻ ഡെഫിനറ്റ്ലി ബെറ്റർ. ബട്ട് അപ്പൊ ബാക്ക് പാക്കും ഈ ഡ്രസ്സിനോട് ബാക്ക് പാക്ക് ഇട്ടാൽ എനിക്ക് ഇഷ്ടമല്ല. ഐ ലൈക്ക് ടു ലൈക്ക് ലേഡി ലൈക്ക് ബാഗ്. ബാക്ക് പാക്കിൽ സെയിം സാധനങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഡിഫറെന്റ് ഏരിയയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ എന്തുവാ, ഇത്ര സാധനങ്ങളുള്ളൂ എന്റെ ബാഗിന്റെ അകത്ത്. ഇനി എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കും, പക്ഷെ മറന്നു പോകും മേടിക്കാൻ സാനിറ്റൈസർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ എന്റെ വേറെ ഫ്രണ്ട് ഇപ്പോ എന്താ ഇതൊക്കെ കൊണ്ടുവരും, ഹാൻഡ് വാഷ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കൈ കഴുകുമല്ലോ. കൈ കഴുകുമ്പോൾ ലോഡ് ഓഫ് ജേംസ് ഇൻ ആ ഹാൻഡ്. അത് എന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണത്. സോ എന്ന് നമ്മൾ സോപ്പ് ഉപയോഗിക്കും. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് ഇറ്റ്. എനിക്ക് അങ്ങനെ ഒരു ബോക്സ്, ഒരു കണ്ടെയ്നർ ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല ഈ പമ്പിങ് ഹാൻഡ് വാഷിന്റെ ഇത്. സോ മൈ ഫ്രണ്ട് ദേവ ഹാസ് ഇറ്റ്. നമ്മളെപ്പോഴും ആളുടെ അടുത്ത് നിന്നായിരിക്കും ചോദിക്കണത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം, ഒരു സാനിറ്റൈസറും പിന്നെ എന്തൊക്കെയാണ് ഇനി ആവശ്യമുള്ളത്. ബാക്കി എല്ലാം വേണ്ടില്ല. എല്ലാവരും ആലോചിക്കും തന്റെ ബാഗിനകത്ത് ആക്ച്വലി എന്താ. അപ്പൊ ഞാൻ ഇങ്ങനെ എവറിത്തിങ് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ തരാം. എന്നുവെച്ചാൽ എല്ലാം ഉണ്ട്. ബിക്കോസ് ഐ ലൈക്ക് ടു ക്യാരി എവറിത്തിങ് വിത്ത് മീ. ബിക്കോസ് എപ്പോഴും ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. ആൻഡ് ഐ ഓൾസോ ഡോണ്ട് റിയലി ലൈക്ക് ടു ആസ്ക് അതർ പീപ്പിൾ. ഈ മറ്റേ എമർജൻസി സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ എന്താ പേനയോ വെള്ളമോ, എനിക്ക് ലൈക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് ചോദിക്കേണ്ട വന്നിരിക്കും. പക്ഷെ മാക്സിമം ഞാൻ തന്നെ കൊണ്ടുവരാൻ, സോ ഐ ഡോണ്ട് ഹാവ് ടു ഡിസ്റ്റർബ് അതേഴ്സ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാം കൊണ്ടുവരും. അപ്പൊ അതാണ് സംഭവം. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ താഴത്തെ ബിമാർട്ട് കടയിൽ പോയിട്ട് ഐ ഗോട്ട് ദിസ് ചോക്ലേറ്റ് ഫോർ മീ ആൻഡ് മൈ ഫ്രണ്ട്. ഐ എം നോട്ട് എ വെരി സ്വീറ്റ് പേഴ്സൺ, ബട്ട് അറ്റ് ടൈംസ് സ്വീറ്റ് കഴിക്കുമ്പോൾ വി ജസ്റ്റ് ഫീൽ ദാറ്റ് ഒരു കാം വൈബ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് കുറെ കാലത്തിന് ശേഷം ഐ ഹാവ് ദിസ് മുട്ടായി അമ്മ എനിക്ക് തന്നു. ഞാൻ ആക്ച്വലി അങ്ങനെ മുട്ടായി മേടിക്കുന്ന ആളല്ല. അമ്മ എനിക്ക് കാറി വെച്ചെങ്കിൽ ഈ മുട്ടായി തന്നു. ഏതാ, കിൻഡർ ബുവനോ. ഐ ലവ് ദാറ്റ്. എനിക്ക് ഇഷ്ടമാണ്. അമ്മ ലൈക്ക് നീ എടുത്തോ. അമ്മ ലൈക്ക് എന്തുപറ്റി, എനിക്ക് എന്തിനാ മുട്ടായൊക്കെ തരുന്നത്. അമ്മ ലൈക്ക് അമ്മയുടെ ഉണ്ടോ തന്നതാ, എടുത്തോ കഴിച്ചോ അങ്ങനെ പറയാം. അപ്പൊ ഞാൻ ബാഗിൽ വെച്ചിരുന്നു. 2 ദിവസം കൊണ്ടു നടന്നു ബാഗിൽ. എനിക്ക് കഴിക്കാൻ തോന്നിയില്ല.
അങ്ങനെയല്ല, ബിക്കോസ് ഐം നോട്ട് എ സ്വീറ്റ് ഈറ്റിംഗ് പേഴ്സൺ അല്ല. സ്ക്വിഡ് ഗെയിം കണ്ടുകൊടുക്കുന്ന ഐ വാസ് ഹാവിംഗ് ദ ചോക്ലേറ്റ്. ലൈക്ക് നമുക്കിപ്പോൾ ഫുഡ് ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇഫ് യു ആർ ഈറ്റിംഗ് സംതിങ് സ്പൈസി ഓർ ഉപ്പ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് യു ഫീൽ ലൈക്ക് ഹാവിംഗ് സംതിങ് സ്വീറ്റ്. യൂഷ്വലി ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഇഷാനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി സ്വീറ്റ് ഐറ്റംസ് കഴിക്കാൻ. കൂടുതൽ പണ്ട് ഇഷാനി ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അന്ന് സ്ക്വിഡ് ഗെയിം കണ്ടുകൊണ്ടപ്പോൾ ഐ വാസ് ഈറ്റിംഗ് ദാറ്റ്. ഇറ്റ് ഫെൽറ്റ് വെരി ലൈക്ക് എന്നെ റിലാക്സ് ചെയ്തു മുട്ട കഴിക്കുന്നത്. ഐ റിയലി ഈ ചോക്ലേറ്റ്. പക്ഷെ നമുക്ക് ആഗ്രഹിച്ച് കഴിക്കുന്ന ഒരു ടൈം ചോക്ലേറ്റ്സ് ക്യാൻ മേക്ക് യുവർ മൂഡ് ഭയങ്കര ഗുഡ്. അതേപോലെയാണ് എൻ്റെ ഡെയിലി മൂഡ് ശരിയാക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ചായ. ഇനി ചായ കുടിക്കാൻ പോകുന്നില്ല ഞാൻ. ഇനി കുളിച്ചിട്ട് ചായ കുടിക്കാൻ പോകുന്നത് കോളേജിൽ നിന്ന് വന്ന വഴിയാണ് കേട്ടോ. ഇത് മോർണിംഗ് അല്ല. ദാറ്റ് ഇസ് വൈ ഐ എം ലുക്കിംഗ് വെരി ടയർഡ്. മോർണിംഗ് നമുക്കിപ്പോൾ കോളേജ് ടൈം നേരത്തെ ആക്കിയല്ലോ, 9 ആക്കിയോണ്ട് എനിക്ക് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ ടൈമില്ല. അല്ലെങ്കിൽ ഐ ഹാവ് ടു പ്ലാൻ മൈ ഡേ മച്ച് മോർ ഏർലി. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോയപ്പോൾ നല്ല ലേറ്റായി. സോ രാവിലെ നേരത്തെ എണീക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് പ്രോപ്പർ ടൈമേ പറ്റിയുള്ളൂ. അതിന് ഒന്നിനും സമയമില്ല. ഫുഡൊക്കെ ഞാൻ മറ്റേ എടുത്ത് വിഴുങ്ങും. അത്രയ്ക്ക് ടൈം ഇല്ല. ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര സ്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നോർമലായിട്ട് സ്പീഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ദ ടൈം ഇസ് ഇല്ല. പക്ഷെ ഒരു ദോശയും കൊണ്ട് 1 മണിക്കൂർ ഇരിക്കും. അപ്പൊ എനിക്ക് ആ ദോശേനെ 5 മിനിറ്റിൽ കഴിച്ച് തീർക്കണമായിരുന്നു. സോ ദാറ്റ്സ് എ ഗൈസ്. എനിക്ക് ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ. ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ഐ ബ്രിങ് എ ലോട്ട് സ്റ്റഫ് ബിക്കോസ് ഐ നീഡ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ബിക്കോസ് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറൈറ്റി ഒന്നും അല്ല. ബട്ട് ഡു ലെറ്റ് മീ നോ ഇഫ് യു ഗൈസ് ഫൗണ്ട് എനിത്തിങ് വിയേർഡ്. ലൈക്ക് എന്തിനാ ഈ സാധനമൊക്കെ കൊണ്ട് നടക്കണേ അങ്ങനെ തോന്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു ടെൽ മീ. സോ എനിക്ക് അനദർ തിങ് ഐ വോണ്ട് ടു സേ, ഇപ്പോൾ എന്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, ലൈക്ക് എന്റെ വ്ളോഗ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് എന്റെ റിവ്യൂ പറയുന്ന ആൾക്കാരോ കമന്റ്സ് ഇടുന്ന ആൾക്കാരോ ലൈക്ക് ഇടുന്ന ആൾക്കാരോ അല്ലാതെ ദ പീപ്പിൾ ഹു view our vlog to use our content, don't use my videos please, because this is my YouTube channel. ഞാൻ യൂട്യൂബിൽ ഇടുന്നത് യൂട്യൂബിൽ ആൾക്കാർ കാണാതെ. യൂട്യൂബിൽ എടുത്ത് ഇൻസ്റ്റയിൽ എടുത്ത് അത് അവിടെ ഇടും. അവസാനം ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഇൻസ്റ്റയിൽ എത്തുമ്പോൾ വേറെ എന്തോ പോലെ ആയിരിക്കും. ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് പകുതിന്ന് എവിടെയെങ്കിലും ഒക്കെ അങ്ങ് ഇടും. ബാക്കിലൊരു മ്യൂസിക്കൊക്കെ കൊടുത്ത്. അപ്പൊ ആൾക്കാരെ കമന്റ്സിൽ ഇങ്ങനെ പറയും ഈ കൊച്ചിന്റെ പ്രശ്നം എന്തുവാ. പക്ഷെ എന്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞു വരുന്നത്. ലൈക്ക് don't make my vlog look so dramatic over Instagram. There has been like 1 to 3 4 pages on Instagram who has been torturing me. എത്ര പറഞ്ഞാലും I keep telling them to like take down the video. എൻ്റെ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യല്ലേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. കേൾക്കത്തില്ല, ഇട്ടോണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും അവർക്ക് പറ്റത്തില്ല. അവർക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ വരെ പറയും, തൻ്റെ വീഡിയോ ഇട്ടാലാണ് എനിക്ക് ഇത്രയും റീച്ച് കിട്ടുന്നത്, അതുകൊണ്ട് എനിക്ക് തൻ്റെ വീഡിയോ ഇട്ടേ പറ്റും. I'm like ഇങ്ങനെയൊക്കെ എന്തിനാ സംസാരിക്കുന്നില്ല. if I am not okay with it, why are you using my video? Like it's not okay, right? ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ എനിവൺ ക്യാൻ യൂസ് ഇറ്റ്. എനിക്കത് പ്രശ്നമില്ല. ബിക്കോസ് ഞാൻ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമിലിട്ട് എനിക്ക് യൂട്യൂബ് എൻ്റെ കോണ്ടന്റ് എനിക്ക് ആരും വേറെ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഐ മീൻ ലോട്ട് ഓഫ് പീപ്പിളുടെ കുറേ പേര് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ദർ ഇസ് എ തിങ് കോൾ വി കൻ ഗിവ് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്കങ്ങനെ എല്ലാം നോക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ പണ്ടത്തെയൊക്കെ വീഡിയോക്ക് എല്ലാം എവിടെയൊക്കെ എത്താറുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ ടു യൂസ് ദ വീഡിയോ. പക്ഷേ യൂസിങ് ദ വീഡിയോ ടു ക്രിയേറ്റ് അനദർ മീനിങ് ഇസ് ബാഡ്. ദാറ്റ് ഇസ് വെരി ബാഡ്. ലൈക്ക് ഞാൻ തന്നെ ആലോചിക്കാനെ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞേ. ആൾക്കാരൊക്കെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറയും. ലൈക്ക് മൈ യൂട്യൂബ് കോണ്ടന്റ് ഐ വാണ്ട് ടു സ്റ്റേ ഓൺ യൂട്യൂബ്. ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ട് ഡ്രാഗ് ചെയ്യരുത് പ്ലീസ്. സോ ഇത് കണ്ടോട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും എന്റെ വീഡിയോ എവിടെയെങ്കിലും ഇൻസ്റ്റയിൽ ഇങ്ങനെ കിടക്കണ കണ്ട ജസ്റ്റ് സെൻഡ് ഇറ്റ് ടു മീ ഓർ സംതിങ്. ബിക്കോസ് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി അനോയിങ്. ലൈക്ക് ഇറ്റ്സ് ലെറ്റ് ദ പേഴ്സൺ പോസ്റ്റ് ഇറ്റ്. ഇറ്റ്സ് ഫൈൻ. അവരുടെ ഇഷ്ടമല്ലേ, ഫൈൻ. പക്ഷെ നമ്മൾ അവിടെ പോയി അവർക്കൊന്ന് പറയുവാണെങ്കിൽ കൈലി ടേക്ക് ഇറ്റ് ഡൗൺ, എനിക്കിത് ഇടണ്ട. ബിക്കോസ് നിങ്ങൾ വേറൊരു മെസ്സേജാ കൊടുത്തോണ്ടിരിക്കണ വീഡിയോയിലൂടെ. പുട്ട വെരി ഡ്രമാറ്റിക് ക്യാപ്ഷൻ, ഡ്രമാറ്റിക് മ്യൂസിക്. അപ്പൊ അവസാനം വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വെച്ചേക്ക് എനിക്ക് വട്ടാണെന്ന് അങ്ങനെയൊക്കെ തോന്നും. സോ ഞാൻ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് വരെ ഒരാളുണ്ട്. ബട്ട് ഹി ജസ്റ്റ് ഡസന്റ് ലിസൺ ടു മീ. ദാറ്റ് പേഴ്സൺ ഇറ്റ്സ് വെരി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു എന്നെ ഇടയ്ക്കിടയ്ക്ക്. നീ വീഡിയോയ്ക്ക് ആൾ അടുത്ത് ഇടാൻ പോകുന്നു കേട്ടോ. സോ എനിവേസ് അതവിടെ കിടക്കട്ടെ. ടുഡേ എന്തുവാ മൈ മദർ ഇന്നലെ രാത്രി ഞാൻ കുറിച്ച് അമ്മ പറഞ്ഞു, അയ്യോ മനസ്സിലെ മുടി സോ പ്രിട്ടി. ഇന്നിപ്പോ കുറെ കാറ്റൊക്കെ കൊണ്ട് ചളവായി. ബട്ട് കുറച്ച് കാലത്തിന് ശേഷം മൈ ഹെയർ ഇസ് ആക്ച്വലി ലുക്കിംഗ് ഗുഡ്. ലൈക്ക് ഇപ്പൊ എന്റെ മുടി കണ്ട നിങ്ങൾ പറയില്ല ഇറ്റ്സ് ലുക്കിംഗ് അൺഹെൽത്തി എന്ന്, അല്ലേ? ഇറ്റ് ലുക്സ് ഫൈൻ. ഇവിടെ കുറവാണ് മുടി, പക്ഷെ ഇവിടെ ഇറ്റ്സ് ലുക്കിംഗ് മച്ച് ബെറ്റർ ദാൻ ബിഫോർ. സോ ഐ എം ബിറ്റ് ഗ്ലാഡ് അബൌട്ട് ദാറ്റ്. അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ കുറെ സംസാരിച്ച് ഡിലേ ആക്കുന്നില്ല. ഐ എം ഓണസ്റ്റ്ലി ഫീലിംഗ് ഭയങ്കര ടയേർഡ്. എനിക്ക് ഇന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഒരു കൊളാബ് ഗ്രൂപ്പിന് സെൻഡ് ചെയ്യാനുണ്ട്, കുറച്ച് പണിയുണ്ട് ഇന്ന്.
ഇന്ന് OC ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാൻ പോവുകയാണ്. സോ ഇന്ന് കുറേ തിങ്സ് ഇവിടെ ഹാപ്പനിങ് ആണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം കണ്ടുപിടിച്ചാണ് ഇങ്ങനെ വന്ന് എടുക്കുന്നത്. എനിവേസ് നമുക്ക് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കോണ്ടന്റാണ് ഇഷ്ടം. ബിക്കോസ് ഈ അടുത്തായിട്ട് ഇപ്പോൾ ഞാൻ കോളേജ് വീഡിയോ എല്ലാം ഡെഡാണ്. ഡെഡ് എന്ന് വെച്ചാൽ പണ്ടത്തെ അത്ര ഒരു റീച്ച് ഒന്നുമില്ല. പക്ഷെ അല്ലാതെ എന്തെങ്കിലും കോണ്ടന്റ് ഇടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗുഡ്. ലൈക്ക് ആ ഫൈൻ. ഇനിയിപ്പോൾ എന്തെടുക്കാനാണ് എനിക്ക് അറിയത്തില്ല. കോളേജിൽ ആക്ച്വലി ഇപ്പോൾ എന്തെങ്കിലും പരിപാടിയുള്ള ഡേ ഇസ് ഫൈൻ. അല്ലാതെ നത്തിങ് ബിഗ് ഇസ് ആക്ച്വലി ഹാപ്പനിങ്. കുറച്ച് ബോർ അടിക്കും, കാരണം ഞാൻ എപ്പോഴും സെയിം അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് റിയലി അബൌട്ട് ഷോയിങ് യു ഗൈസ്, മേക്കിംഗ് യു ഗൈസ് എന്റർടൈൻഡ് അല്ല എനിക്ക് കോളേജ് ബ്ലോഗ് എന്ന് പറയുമ്പോൾ. അഫ്കോഴ്സ് ആ ഒരു ഇന്റൻഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്റർടൈൻ ആയില്ലെങ്കിലും ഞാൻ ഈ കോളേജ് ബ്ലോഗ് ആക്ച്വലി എടുക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. മൈ കോളേജ് ലൈഫ് എൻഡ്സ് വെരി വെരി സൂൺ. തീരുന്നതിന് മുമ്പ് ഐ വോണ്ട് മാക്സിമം ഡോക്യുമെന്റ് മാക്സിമം മെമ്മറീസ്. ലൈക്ക് ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു റാൻഡം ബോറിംഗ് ഡേ ആയാലും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കാൻ. കോളേജിന്റെ ബോറിംഗ് ആണ്, വെരി റെയർലി സം ഗുഡ് തിങ്സ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. ബട്ട് എനിക്ക് ഇങ്ങനെ കോളേജ് ലൈഫ് ഡോക്യുമെന്റ് ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറ്റത്തില്ല, വല്ലപ്പോഴേ പറ്റൂ. പക്ഷെ ഐ എം ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഫോർ മൈ ഓൺ ഫ്യൂച്ചർ സെൽഫ് ടു സിറ്റ് ആൻഡ് വാച്ച്. പക്ഷെ അതിനെ പബ്ലിക് ആയിട്ട് ഇടുന്നു, സോ ദാറ്റ് എനി വൺ ഹു വാണ്ട്സ് ടു വാച്ച് മൈ കോളേജ് ബ്ലോഗ് ക്യാൻ ഓൾസോ വാച്ച് ഇറ്റ്. റൈറ്റ്, ഇപ്പോൾ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതൊന്ന് കാണാം. ഓർ ലൈക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കോളേജ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കാണാം. അങ്ങനെയൊക്കെ ചേരാം. ആൻഡ് എനി വൺ ഹൂസ് ബോർഡ് ദേ ക്യാൻ ഓൾസോ വാച്ച്. സോ മൊത്തത്തിൽ ഓൾ ടുഗെദർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഐ പുട്ട് കോളേജ് ബ്ലോഗ്. ഭയങ്കര ഒരു ഗുണമൊന്നും ഇല്ലായിരിക്കാൻ ആ ബ്ലോഗ് ഇടുമ്പോൾ ആർക്കും. ഇപ്പൊ അല്ലാത്ത ഇപ്പൊ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ കാണിക്കുമ്പോൾ ഐ കൻ ലൈക്ക് ഷോ ദ പ്രോഡക്ട്സ് ഐ എം ഗെറ്റിംഗ്. അത് ഗുഡ് ആണോ അല്ലേന്ന് ഐ കൻ സേ ലൈക്ക് മൈ റിവ്യൂ ആൻഡ് സ്റ്റഫ്. അല്ലാതെ ഇപ്പൊ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഓർ എന്തൊക്കെ വ്ളോഗ് ട്രാവൽ, ഇതിനൊക്കെ ഒരു പേർപ്പസ് ഉണ്ടല്ലോ, എത്തുമ്പോൾ പേർപ്പസ് ഉണ്ടല്ലോ ഫോർ ദ വ്യൂവേഴ്സ്. കോളേജ് വ്ളോഗിന് അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും എന്തോ ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ഒരു ഈ വർഷം തീരുന്നതിന് മുമ്പ് ഈ തേർഡ് ഇയർ തീരുന്നതിന് മുമ്പ് എനിക്കൊരു 10 കോളേജ് വ്ളോഗെങ്കിലും ഇടണം. 10 വീഡിയോ ബോറായിരിക്കും, പക്ഷെ 10 എണ്ണെങ്കിലും മിനിമം ഇടണം. ബിക്കോസ് ആ 10 എണ്ണം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു കോളേജ് വ്ളോഗ് കാണില്ല, ഞാൻ ഇടത്തില്ല. ബിക്കോസ് കോളേജ് തീർന്നു. അതെ, അപ്പൊ എനിക്ക് മാക്സിമം ഹാപ്പി ആയിട്ട് ഓക്കെ ആയിട്ടിരിക്കണം. ഹാപ്പി ആകാൻ എപ്പോഴും പറ്റത്തില്ല. പറ്റിയ ഇന്ന് കോളേജ് കൊള്ളത്തില്ല, കോളേജ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഈ വ്ളോഗൊന്നും എടുക്കില്ല അങ്ങനെ പറയാൻ ഇതൊന്നും കാര്യമില്ല. ബിക്കോസ് റിഗ്രറ്റ് ചെയ്യും, എനിക്ക് തന്നെ അറിയാം. അതെ, സ്കൂളിലൊക്കെ ഫോൺ കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ സ്കൂൾ ലൈഫ് മൊത്തം വ്ളോഗ് ചെയ്താൽ പിന്നെ സ്കൂളിൽ പറ്റത്തില്ലല്ലോ. കോളേജ് ലൈഫ് പറ്റുമ്പോൾ വെൻ ഐ ക്യാൻ ഐ ഷുഡ് ഡു ഇറ്റ്. നോ മാറ്റർ ഹൗ ബോറിംഗ് ഇറ്റ് ഇസ്, ഐ ഷുഡ് ജസ്റ്റ് ഡു ഇറ്റ്. ഈവൻ ഇഫ് ഇറ്റ് മേക്സ് മീ ഫീൽ ലൈക്ക് ഭയങ്കര സാഡ് ആയിട്ടോ ട്രെയിനിങ് ആയിട്ട് തോന്നിയാലും ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് ഡു ഇറ്റ്. ഒളി തിങ് ഈസ് എനിക്ക് വ്ളോഗിൽ വരാൻ ആൾക്കാർ കുറച്ച് കുറവാണ്. റഹീന മാത്രം വ്ളോഗിൽ വരും കേട്ടോ. പക്ഷെ ഇന്ന് ആൾക്കൂട്ടം വൈകിയാണ്. സോ ഇന്ന് ഞാൻ വ്ളോഗ് എടുത്തില്ല അയാളോടെ. പിന്നെ എന്താ അല്ലാതെ നോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി കംസ് ടു മൈ വ്ളോഗ്. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അങ്ങോട്ട് പോകാനും കുറച്ച് ഇതാണ്. കാരണം ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി കുറച്ച് എന്തോ വീഡിയോയിലും വരാൻ താല്പര്യമില്ല. ആൻഡ് അനദർ തിങ്, ഞാനൊരു വീഡിയോ ഇട്ടാൽ പിന്നെ അത് നടനീളെ വരുമല്ലോ. സോ ഐ ഗെറ്റ് ദാറ്റ് പോയിന്റ്. എനിക്ക് അത് ഇഷ്ടമല്ല, എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. ലൈക്ക് എന്തുവാ എൻ്റെ തന്നെ പിള്ളേരൊക്കെ വന്ന് പറയാം ഞാൻ ഇനി വരത്തില്ല, ഞാൻ തൻ്റെ വീഡിയോ വന്നാൽ ഞാൻ അവിടെ എത്തും, അവിടെ കാണും, ഇവിടെ കാണാം. ലൈക്ക് ഐ ഗെറ്റ് ഇറ്റ്, ദാറ്റ്സ് ട്രൂ, ബട്ട് ഐ ഡു ഫീൽ സാഡ്. അപ്പോൾ അതൊരു പോയിന്റാണ്. ഓക്കെ, ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്ന് വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് വെളി വരും. അതിങ്ങനെ എല്ലാവരും യൂസ് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ അവിടെ ഇടും ഇവിടെ ഇടും. ലൈക്ക് പ്ലീസ് ലെറ്റ് മൈ യൂട്യൂബ് കോണ്ടന്റ് സ്റ്റേ ഓൺ യൂട്യൂബ്. അതിനെടുത്ത് വേറെ എവിടെയൊന്നും കൊണ്ട് ഇടല്ലേ പ്ലീസ്. ഫോർ ഗുഡ് പേർപ്പസ് ഓക്കെ ഫൈൻ. പക്ഷെ അതിനെ ഡ്രമാറ്റിക് ആക്കി, അതിനെ ബാഡ് ആക്കി, അതിനെ വേറൊരു അർത്ഥത്തിൽ കൊണ്ടുവന്ന് ആൾക്കാരൊക്കെ പലതും പറഞ്ഞ് നമ്മളൊന്ന് ടേക്ക് ഡൗൺ ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കാതെ അതും കേൾക്കില്ല, നിങ്ങളുടെ വീഡിയോ ഇട്ടാലേ വ്യൂ കിട്ടും, ഇങ്ങനെയൊക്കെ പറയണമെന്ന് നിർത്തണം പ്ലീസ്. ഇങ്ങനെ വീഡിയോസ് അപ്പുറത്തെ ആൾക്കാരുടെ വീഡിയോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡു ഇറ്റ് ഫോർ ഗുഡ് പേർപ്പസ്. ഐ ഗെറ്റ് ഇറ്റ്. അതും നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ഞാൻ ചെയ്യുന്നത്, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഫോർഗിവ് യു പീപ്പിൾ. ബട്ട് സോ ദാറ്റ് ഇസ് സംതിങ്. എനിക്കെന്തോ ഭയങ്കര ദേഷ്യം വരും. ലൈക്ക് നമ്മളത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവർക്ക് റിക്വസ്റ്റ് ചെയ്ത് ടേക്ക് ഡൗൺ ചെയ്യാൻ 1000 വട്ടം പറഞ്ഞിട്ടും അവർ കേൾക്കാത്തപ്പോൾ അത് ഫീൽസ് റിയലി ബാഡ്. എനിവേസ്, ഇതും പറഞ്ഞ് നോക്കോ, ഇത് നാളെ വരും. ഈ വീഡിയോ നാളെ ആരെങ്കിലും ഇടുമായിരിക്കും. അയ്യോ. എനിവേസ്, ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ വ്ളോഗ് നിർത്താം ബിക്കോസ് ഇറ്റ്സ് വെരി ലോങ്. ഇപ്പോൾ ബാഗ് എന്ന് പറഞ്ഞിപ്പോൾ വേറെ എവിടെ എത്തി. ഞാൻ ഇതെല്ലാം തിരിച്ചിടാം. എന്നിട്ട് ബാഗിന്റെ ക്ലോസപ്പ് ഷോട്ട്സ്, എന്നിട്ട് ഈ ഡ്രസ്സ് ഞാൻ ഈ സ്റ്റോറി ഇട്ട് പാര ചോദിച്ചു ഈ ഡ്രസ്സ് എവിടെ നിന്നാണ്. ഇറ്റ്സ് ഫ്രം ഉത്സ. Utsa is a very nice store.
ഉത്സ ഇസ് ആക്ച്വലി നമ്മൾ വെസ്റ്റ് സൈഡിൽ പോകുമ്പോൾ വെസ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സെറ്റ് ഓഫ് ഒരു ബ്രാൻഡാണ്. പക്ഷെ വെസ്റ്റ് സൈഡിൽ ഞാൻ ഉത്സയുടെ കുറെ സാധനം മേടിച്ചിട്ടുണ്ടോ, ഐ തിങ്ക് ഐ ഹാവ്. ബട്ട് ഉത്സയുടെ സെപ്പറേറ്റ് സ്റ്റോർ ഉണ്ട്. എവിടെയാ? നിയർ കൊറോങ്കോണം ആ ഒരു ഏരിയയില്. ഇറ്റ് ഈസ് വെരി നൈസ്. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ ഒത്തിരി ടൈം അവിടെ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലാണ് ഇത് ഞാൻ മേടിച്ചത്. ഓക്കെ, ശരി, ഞാൻ നിർത്താം, അല്ലെങ്കിൽ ഇതിനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സോ യു ഗൈസ് ടെൽ മീ, ഞാൻ മുടി അഴിച്ചിടുമ്പോഴാണോ അതോ this or this is better? ഏതാ പറ്റുന്ന പറയാം. ഇതാണ് ഒതുങ്ങിയിരിക്കുന്നത്, പക്ഷെ ഐ ലുക്ക് എ ബിറ്റ് സാഡ് and tie my hair like this. പക്ഷെ ഇങ്ങനെ അഴിച്ചിടുമ്പോഴത്തേക്ക് ഐ ലുക്ക് pretty happy. എന്റെ ഹെയർ സ്റ്റൈലിലും ഒരു പേഴ്സണാലിറ്റി ഇമോഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, എനിവേസ് നമ്മൾ കഴിഞ്ഞു. ഞാൻ കുറെ നേരമായിട്ട് എനിവേസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനി ഞാൻ കുറച്ച് ചീറ്റോസ് ഒക്കെ വാങ്ങിച്ചോട്ടെ. ഐ ജസ്റ്റ് ഡോണ്ട് ഈറ്റ് ചീറ്റോസ്, കുർക്കറി, ലേ സ്റ്റഫ് കുറെ കാലമായിട്ട്. പക്ഷെ കുറെ കാലം കഴിക്കാതെ വരുമ്പോൾ ക്ലാസ് ചാനലിനെ കൊണ്ടുപോകാൻ സ്റ്റീവ് ഒക്കെ ഒന്ന് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ എനിക്ക് തരുമോ പോയി കഴിച്ചോണ്ടിരുന്നു. കുറെ കാലം കഴിക്കാതെ പെട്ടെന്ന് കാണുമ്പോൾ ഫീലേക്ക് ഈറ്റിങ് ജങ്ക് ഫുഡ് കഴിച്ചുകൂടാന്നുള്ള ആ സ്കെഡ്യൂളും എല്ലാ ആ ടൈം ടേബിളും എല്ലാം അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ എനിവേസ്, അയ്യോ ഞാൻ എനിവേസ് എന്ന് പറയാൻ ഞാൻ ഇപ്പം അടിക്കും. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ഇനി ഞാൻ എന്ത് റേഞ്ച് ഓഫ് വ്ളോഗ്സ് ഇടാം? നിങ്ങൾക്ക് കൂടുതൽ കോളേജ് വ്ളോഗ്സ് വേണോ, ഓർ ഹോം ലൈഫ് വ്ളോഗ്സ് വേണോ, ഓർ സംതിങ് എൽസ് ലൈക്ക് സം അതർ സെറ്റ് ഓഫ് വീഡിയോ? ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു ഡു എനിത്തിങ്. പക്ഷെ എനിക്കത് എത്രത്തോളം കിടിലമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ദാറ്റ് ഇസ് വൺ അനദർ തിങ്. എനിക്ക് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, ഒരു സ്റ്റോറി ഷെയർ ചെയ്യാൻ, കുറച്ച് ടിപ്സ് ഓർ അഡ്വൈസസ് ഷെയർ ചെയ്യാൻ ഐ ക്യാൻ ട്രൈ ദാറ്റ്. I don't know how good I am at that, but I always try. പക്ഷേ വേറെ സം സെപ്പറേറ്റ് സ്റ്റെപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും ഞാൻ ചെയ്യാത്തതായിരിക്കും നല്ലത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ബിക്കോസ് ഐ എം സ്റ്റിൽ വണ്ടറിങ് ഞാൻ എങ്ങനെ മേക്കപ്പ്. ഐ ഡിഡ് ഡു സം ഗുഡ് ജോബ് എൻ്റെ മേക്കപ്പ് ഇടുന്നതിൽ റീസെന്റ് അല്ല, ലൈക്ക് എ മന്ത് ബാക്ക്. പക്ഷെ അതെപ്പോഴും സൂപ്പർ ആകണം എന്നില്ല. വേറെ എന്ത് തരം വീഡിയോ ചെയ്യണം എന്ന് പറയാം. ഓൾസോ ഇന്ന് അമ്മ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ 4 പേരും ആസക്കൂട സോങ്ങിൽ ചെയ്തൊരു റീല്, 4 പേരും ചെയ്തതല്ല, 4 പേര് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. ഒരാൾ ഒരുമിച്ച് ആ വീഡിയോ ഇട്ടേക്കുക. അപ്പൊ അമ്മ അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നേ. എന്നിട്ട് ഇങ്ങനെ ഞാൻ ഡാൻസ് കളിക്കുന്ന പിങ്ക് ഷർട്ട് ഇട്ടിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞ്, നീ എന്താടാ ഇപ്പൊ ഡാൻസ് ഒന്നും കളിക്കാത്ത? ഞാനിങ്ങനെ ആലോചിച്ച്, ഞാൻ എന്താ ഇപ്പൊ ഡാൻസ് ഒന്നും കളിക്കാത്ത? ലൈക്ക് എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ക്ലാസ്സിൽ ചോദിച്ചായിരുന്നു, ഞാൻ എന്താ ഡാൻസ് ഒന്നും കളിക്കാത്ത? അപ്പൊ ഞാനും ആലോചിച്ച്, എനിക്കറിയില്ല. ആക്ച്വലി ജൂൺ മാസം മൊത്തത്തിൽ ഞാൻ പോയി. എന്താന്നല്ല, ഏപ്രിൽ ആൻഡ് മെയ് 2 മാസം വെക്കേഷൻ കിട്ടിയിട്ട് I didn't even put one dance video, I think. ഞാൻ ജെനി ഡാൻസിന് ശേഷം ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ ലൈക്ക് ജപ്പാനിലെ എൻ്റെ മേജർ ആഗ്രഹമായിരുന്നു സൂപ്പർ ആയിട്ടൊരു ഡാൻസ് കളിക്കാൻ. ലൈക്ക് നോട്ട് ദാറ്റ് അരിഗാത്തോ ആ ടൈപ്പ് ക്യൂട്ട് ടൈപ്പ് സാധനങ്ങളല്ല, ഈസി സ്റ്റഫ് അല്ല, ഡിഫിക്കൾട്ട് നല്ല ഡാൻസ് കളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ബിക്കോസ് ഒരു ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു ഏസറ്റിക് ഏരിയയിൽ നമുക്ക് ഒരു ഫോണൊക്കെ വെച്ച് ടൈമൊക്കെ എടുത്ത് ഒരു ടേക്ക് 2 ടേക്ക് ഒക്കെ എടുത്ത് അങ്ങനെ റിലാക്സ് ചെയ്യാൻ ഒട്ടും ടൈമില്ലായിരുന്നു. ദാറ്റ്സ് അനദർ തിങ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിച്ചത് ടോക്കിയോ ഇറ്റ്സ് വെരി റഷ് ഉള്ള ഏരിയ. നമുക്ക് ആരുമില്ലാത്ത ഏരിയ ഒന്നും കിട്ടിയില്ല. റഷ് ഉള്ള ഏരിയയിൽ ആൾക്കാരെ നിൽക്കി വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ടൂ മെനി പീപ്പിൾ ആയതുകൊണ്ട് അതൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നടന്നില്ല. ആൻഡ് മിക്ക എന്റെ ഔട്ട്ഫിറ്റ്സ് ഇൻ ടോക്കിയോ ജപ്പാൻ വാസ് ലൈക്ക് ക്യൂട്ട് ഔട്ട്ഫിറ്റ്സ്. അപ്പൊ എനിക്ക് അതിന്റെ കൂടെ ഇങ്ങനെ യോയോ ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് പോട്ട് കുഴപ്പമില്ല. പിന്നെ മെയ് മാസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ it just didn't happen. പിന്നെ ജൂൺ എക്സാം എന്ന് പറഞ്ഞു പോയി. 3 ആഴ്ച എക്സാം എന്ന് പറഞ്ഞു പോയി. ലാസ്റ്റ് വീക്ക് ഓഫ് ജൂൺ I basically did nothing. I tried my best to get some sleep because 3 weeks in sleepിലായിരുന്നു. ജൂലൈ ആയി ഇനിയെങ്കിലും ഞാൻ ഡാൻസ് വീഡിയോസ് ഒന്ന് എടുത്ത് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇറ്റ്സ് ഗോൺ. ബിക്കോസ് ലിറ്ററലി എ ഇയർ അഗോ ജൂണിലാണ് എന്റെ 2 ഹിറ്റ് ഡാൻസ് വീഡിയോ ഇവിടെ ചെയ്തത് ആസക്കൂടായിട്ട്. അത് പിന്നെ ട്രിവാൻഡ്രം ഇപ്പൊ എടുത്തത് മറ്റേ പിങ്ക് ഷർട്ട് കേട്ടിട്ട് ആസക്കൂടയുടെ ബോയ്സ് കൊറിയോഗ്രാഫി ചെയ്തത്. അയ്യോ ഭയങ്കര ഡാൻസ് കളിക്കുമായിരുന്നു ഞാൻ ആ സമയം. എക്സാക്ട്ലി ഇയർ അഗോ ലൈക്ക് ഏപ്രിൽ മെയ് ആൻഡ് ജൂൺ ഈ 3 മാസം ഭയങ്കരമായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്ത് എന്റെ ഇൻസ്റ്റാഗ്രാം കോണ്ടന്റ്സിന് വേണ്ടി. എനിവേസ് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഗൈസ്, എന്നെ മോട്ടിവേറ്റ് ചെയ്യോ പ്ലീസ്. ലൈക്ക് അനദർ തിങ്, ഐ എം ഭയങ്കര വീക്ക് ഇപ്പോൾ. ലൈക്ക് ആഫ്റ്റർ ജൂൺ മന്ത് I again lost 3 kilos. I was 49, now I am 46 kilos.
ലൈക്ക് നിങ്ങളൊക്കെ കുറെ പേര് ചോദിച്ചില്ലേ ലൈക്ക് വാട്ട് ഹാപ്പൻ ടു യു ലുക്ക് സോ സാഡ് മുടിയൊക്കെ എവിടെ പോയി ഡിഡ് യു റെഡ്യൂസ് വെയിറ്റ് നോ എനിക്ക് അറിയത്തില്ല എന്താ സംഭവിച്ചത് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ലൈക്ക് ഐ റിയലി കാൻ കൺട്രോൾ ഇറ്റ് ലൈക്ക് ഐ ഡു ഈറ്റ് ഫുഡ് ബട്ട് വെയിറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കണം അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ടയർഡ് ലൈക്ക് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല ഐ കാൻ റൺ ഐ കാൻ ഡു എനിത്തിങ് ഐ എം ലൂസിങ് മൈ ഹെൽത്ത് പോലും തോന്നിക്കൊള്ളു സോ ഐ വാസ് ലൈക്ക് ദാറ്റ്സ് നോട്ട് പോസിബിൾ ഐ ഷുഡ് ഡു സംതിങ് ടൈമില്ല നമുക്ക് അധികം ടൈമില്ല ടൈം ഇസ് നോട്ട് ഗോണ വെയിറ്റ് ഫോർ us സോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഐ ഷുഡ് കം ബാക്ക് ഓൺ ട്രാക്ക് സോ ഐ ഹോപ്പ് യു ഗൈസ് മോട്ടിവേറ്റ് മീ ഓൺ ദ കമന്റ്സ് ഞാൻ ഭയങ്കര മോട്ടിവേറ്റിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ എന്താ ആ വാക്കുണ്ടല്ലോ അതെന്താന്ന് എനിക്ക് അറിയില്ല തെറ്റിച്ച് പറയാൻ തോന്നുന്നില്ല ഓക്കെ വെരി ലേസി ആൻഡ് സാഡ് എന്ന് പറയാൻ പറ്റില്ല ലൈക്ക് ഭയങ്കര വെരി മച്ച് ലൈക്ക് ഐ വോണ്ട് ടു ഡു ബട്ട് ഐ കാണ്ട് ആ ഒരു അവസ്ഥയിരിക്കും അപ്പൊ കുറെ കാലമായിട്ട് ലാസ്റ്റ് ഒരു 1 month ആയിട്ട് ഐ ഹോപ്പ് യു ഗൈസ് can motivate me on the comments so that I can get back on track. Okay guys, see you guys in my next vlog. Bye bye.